പ്രതിയുടെ ദൃശ്യം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യം കൂടി നമുക്ക് ഒരു വശത്ത് കാണാം. പത്മരാജന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. യാതൊരു കൂസലുമില്ലാത്ത തരത്തിലാണ് എന്തോ താൻ വിജയിച്ചു എന്നുള്ള തരത്തിലാണ് ഇയാൾ പലരെയും ഈ കൊലപാതകത്തിന് ശേഷം ഫോൺ വിളിച്ച് സംസാരിച്ചത് എന്നതുൾപ്പെടെയുള്ള രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കണ്ണൻ, കുറെ നാളുകളായി തുടങ്ങിയ പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ നേരത്തെ സംസാരിച്ച വാർഡ് മെമ്പറാണ്, കുടുംബ സുഹൃത്തും കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പലപ്പോഴും ഈ സമവായ ചർച്ചകൾക്ക് പോലും ഉണ്ടായിരുന്നു അല്ലെ? കുടുംബ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചർച്ചകളൊക്കെയും ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു അല്ലെ? അതൊന്നും ഫലം കാണാതെ വന്നിട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് പോകുന്നത്. ഈ കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പിന്റെ പേരിലുള്ള തർക്കമാണ് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ 11-ാം തീയതി ഈ കട തുറന്നു. അതിനുശേഷം ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടുള്ളൂ. ആ സമയത്താണ് എല്ലാ ദിവസവും ഈ പത്മരാജൻ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാണ്. അങ്ങനെ ജോലിയില്ലാത്ത സമയങ്ങളിലെല്ലാം കടയിൽ വന്നിരിക്കാറുണ്ട്, ഭാര്യയെ സഹായിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ട്. ആ സമയത്താണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടേക്ക് എത്തുന്നത്. അയാൾ എന്തിനാണ് സ്ഥിരമായി എത്തുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇവിടുത്തെ പാർട്ണറാണ്, ഞാൻ ഈ അൻലയുടെ ബേക്കറിയുടെ പാർട്ണറാണ് എന്ന് അനീഷ് പറയുന്നു. അത് പെട്ടെന്ന് അയാൾക്ക് ഈ പത്മരാജന് ഉൾക്കൊള്ളാനായില്ല. അനീഷുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ബിസിനസ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനിപ്പിക്കാൻ അനില തയ്യാറാവുകയും ഇന്ന് സമവായ ചർച്ചകൾ നടത്തുകയുമാണ്. അങ്ങ് ഏതാണ്ട് 3 മണിയോടുകൂടി ആരംഭിച്ച സമവായ ചർച്ച 3:45 കൂടിയാണ് അവസാനിച്ചതെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. ആ ചർച്ച അവസാനിച്ചും ആദ്യം 15-ാം തീയതി, ഈ വരുന്ന ഡിസംബർ 15-ാം തീയതി 1,49,000 രൂപ നൽകാമെന്ന് അറിയിക്കുന്നു. അതുവരെ താൻ കടയിലുണ്ടാകും എന്ന് അനീഷ് പറഞ്ഞു. എന്നാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പത്മരാജൻ പറഞ്ഞു. എന്നാൽ 10-ാം തീയതി പൈസ തരാം, പക്ഷേ 10-ാം തീയതി വരെ കടയിൽ എത്തരുത് എന്ന് പറഞ്ഞിട്ടും അനീഷ് അതിന് തയ്യാറായിട്ടില്ലെന്നാണ് നമുക്ക് ഈ വാർഡ് മെമ്പറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 10-ാം തീയതി വരെ കടയിൽ ഉണ്ടാകും. 10-ാം തീയതി പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കടയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി. അതിനുശേഷം തിരിച്ച് ഇവർ വാടകയ്ക്ക് എടുത്തിരുന്ന ചെമ്മാൻമുക്കിലെ ആ വീട്ടിൽ നിന്ന് ഗ്യാസും ഫാനും അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് തിരികെ വീട്ടിലേക്ക് പോയതാണ്. അതിനുശേഷം തിരിച്ച് ഈ ഭാര്യയും ഭർത്താവും ഉണ്ടായ തർക്കം എന്താണ് എന്നറിയില്ല. പക്ഷേ പോലീസിനോട് അയാൾ പറഞ്ഞതനുസരിച്ച് ഇനി വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനുള്ള പ്രകോപനമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷവും ഭാര്യ വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള വിഷമം കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം കുട്ടിയത്ത് ഒരു പമ്പിൽ നിന്ന് ആദ്യം സ്വന്തം ഒമിനി കാറിൽ 200 രൂപയുടെ പെട്രോൾ അടിക്കുന്നു. മറ്റൊരു കുപ്പികളിലായി ഒരു കന്നാസിലായി 300 രൂപയുടെ പെട്രോൾ വാങ്ങുന്നു. തിരിച്ച് വീണ്ടും സ്വന്തം വീട്ടിലേക്ക് പോയി. അതിനുശേഷം സാധാരണ ഒരു മൂടിയുള്ള ഒരു സ്റ്റീൽ പാത്രം, ആ സ്റ്റീൽ പാത്രത്തിൽ ഈ പെട്രോൾ ഒഴിച്ച ശേഷം കാറിന്റെ ഒമിനിയുടെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് നേരെ ഇവിടേക്ക് വരികയും ഭാര്യയുടെ ശരീരത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും. ശരി കണ്ണൻ, ഇങ്ങനെയായിരുന്നു സംഭവം. എന്തായാലും ഈ പാർട്ണർഷിപ്പിൽ അവരുടെ കട നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയുന്നത്.